ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. സിൽവർ ലൈനെതിരായ ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് തള്ളി സിൽവർ ലൈൻ അധികൃതർ. റെയിൽവേയുടെ ഭാവി വികസന പദ്ധതികൾ കണക്കിലെടുത്താണ് അലൈൻമെന്റ് തീരുമാനിച്ചതെന്നാണ് വിശദീകരണം. റെയിൽവേ മന്ത്രാലയം സിൽവർ ലൈൻ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സലീം മാലിക് ഒരിക്കൽ കൂടി ചേരുന്നു. സലീം, ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ സിൽവർ ലൈൻ അധികൃതർ തള്ളിക്കളയുന്നത്. എന്താണ് അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണം കമ്പനി അധികൃതർ നൽകുന്നത്? പ്രജിൻ, ഈ റെയിൽവേയുടെ ഇന്ന് രാവിലെ പുറത്തു വന്ന ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളി പ്രധാനമായും ഒരു കൂടിയാലോചനയും ഇല്ല എന്ന വാദത്തെ തള്ളുകയാണ് കേരള അധികൃതർ. അതിന്റെ പ്രകാരമായി തിരുവനന്തപുരത്തെയും പാലക്കാടത്തെയും റെയിൽവേ ഡിവിഷണൽ മാനേജർമാരുമായി കേരള അധികാരികൾ ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് വിശദീകരണം. ആ ചർച്ചകളുടെ ദിവസം ഉൾപ്പെടെ ചേർക്കുന്നുണ്ട്. പാലക്കാട് ഡിവിഷനിൽ നവംബർ 29-നും തിരുവനന്തപുരം ഡിവിഷനിലെ ഡിസംബർ 7-നുമാണ് ചർച്ച നടന്നത്. അതിൽ സദേൺ റെയിൽവേ ദക്ഷിണ റെയിൽവേ ചോദിച്ച സംശയങ്ങൾക്കൊക്കെയും കേരളയിൽ മറുപടി നൽകിയിരുന്നു. സിൽവർ ലൈൻ DPR തയ്യാറാക്കുന്ന ഘട്ടത്തിൽ റെയിൽവേയുടെ പരിഗണനയിലുള്ള ഭാവി വികസന പദ്ധതികൾ കണക്കിലെടുത്ത് തന്നെയാണ് അലൈൻമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു മറുപടി നൽകി. ഒപ്പം റെയിൽവേ ഭൂമി വിനിയോഗിക്കുന്നതിന് വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ട്. പാത ഇരട്ടിപ്പിക്കുമ്പോൾ റെയിൽവേയുടെ വസ്തുവകകളെയും ട്രെയിൻ സർവീസുകളെയും എങ്ങനെ ബാധിക്കുമോ അതേ രീതിയിൽ തന്നെയാകും സിൽവർ ലൈൻ വരുമ്പോഴും ബാധിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്തിമ ഡിസൈൻ തയ്യാറാക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു പൂർണ്ണ ചിത്രം ലഭിക്കുക. നിലവിലെ ട്രാക്കിൽ നിന്ന് 7.8 മീറ്റർ അകലം പാലിച്ചാണ് സിൽവർ ലൈൻ അലൈൻമെന്റ് നിശ്ചയിച്ചത്. പ്രധാനപ്പെട്ട പാലങ്ങൾ വരുന്നിടത്തും നിലവിലെ പാലങ്ങളിൽ നിന്നും കൃത്യമായ അകലം പാലിച്ചാണ് ഈ സിൽവർ ലൈനിന്റെ DPR ഉൾപ്പെടെ തയ്യാറാക്കിയിരിക്കുന്നത്. DPR തയ്യാറാക്കുന്ന ഘട്ടത്തിൽ റെയിൽവേയുടെ പരിഗണനയിലുള്ള ഭാവി വികസന പദ്ധതികളെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് സിൽവർ ലൈൻ അലൈൻമെന്റും തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലുള്ള പാത 4 വരി പാതയാകുമ്പോൾ സ്വീകരിക്കേണ്ട ഡിസൈൻ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ സിൽവർ ലൈൻ DPR-ൽ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിർദ്ദിഷ്ട സിൽവർ ലൈൻ ഏലത്തൂർ സബ്സ്റ്റേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. വ്യാപകമായുള്ള കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കുന്നതിന് ഇവിടെയാണ് ഏറ്റവും അനുയോജ്യമായ ബദൽ മാർഗം എന്ന നിലയിലാണ് ഈ സ്ഥലം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സിൽവർ ലൈനിന്റെ ചെലവിൽ തന്നെയാകും സബ്സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കുന്നത്. റെയിൽവേയിലെ നിലവിലുള്ള സർവീസുകളെ ബാധിക്കാത്ത തരത്തിലാകും ഇത് നടപ്പാക്കുക എന്നതുൾപ്പെടെയുള്ള ഒരു വിശദമായ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സിൽവർ ലൈൻ അറിയിക്കുന്നത്. മാത്രമല്ല, റെയിൽവേയുടെ സ്വത്തുവകകളുടെ വിശദാംശങ്ങൾക്കൊപ്പം റെയിൽവേയുടെ ചെയിനേജും അടയാളപ്പെടുത്തിയാണ് ഈ സിൽവർ ലൈൻ തയ്യാറാക്കുന്നത്. സിൽവർ ലൈനിൽ ഇരുവശവും അതിർത്തി വേലികൾ ഉണ്ടാകുമെങ്കിലും സ്റ്റേഷൻ ലൊക്കേഷനുകളിലും മറ്റും എസ്കലേറ്റർ പോലുള്ള സംവിധാനങ്ങളോടെ പാത മുറിച്ചു കടക്കാനുള്ള ക്രോസ് വേകൾ തയ്യാറാക്കും. നിലവിലുള്ള റെയിൽപാതയ്ക്ക് സമാന്തരമായി പോകുന്ന സ്ഥലങ്ങളിൽ സിൽവർ ലൈനിൽ വളരെ വളവ് കുറഞ്ഞ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിലവിലെ ട്രാക്കിൽ അങ്ങനെ നിരവധി വിശദീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സിൽവർ ലൈൻ നൽകിയിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രജിൻ, ശരി. സലീം മാലിക്കാണ് സിൽവർ ലൈനിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി അനുബന്ധമായി വരുന്നു. അത് വി മുരളീധരൻ, കേന്ദ്ര സഹമന്ത്രിയുടെ ഈ വിഷയത്തിലെ പ്രതികരണമാണ്. ഈ സതേൺ റെയിൽവേയുടെ റിപ്പോർട്ടിൽ അത്ഭുതമില്ല, ഇത് നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിൽ, അതായത് സിൽവർ ലൈൻ പദ്ധതിയിൽ താല്പര്യമില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് വി മുരളീധരൻ കോഴിക്കോട്ട്.